മോദി അധികാരത്തിലെത്തിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചുപറി ഡയറക്ടറേറ്റായി മാറിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. LDF എഴുപത്തിരുത്തി ചെറുവായ്ക്കര മേഖലാ റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇലക്ട്രോ ബോണ്ടിലൂടെ BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത്. 17,000 കോടിയോളമാണ് BJP വിവിധ കമ്പനികളിൽ നിന്ന് തട്ടിപ്പറിച്ചത്. BJPക്ക് ബോണ്ട് നൽകാത്ത കമ്പനികളിൽ EDയെ പറഞ്ഞയക്കുകയാണ്. ഭീഷണിയിലൂടെ കോടികളാണ് BJP അക്കൗണ്ടിലെത്തുന്നത്. BJPക്ക് പണമുണ്ടാക്കുന്ന ഉപകരണമായി ED മാറിയെന്നും MA ബേബി പറഞ്ഞു. വർഗീയതയുടെ കാളകൂട വിഷത്തെ അത് വിഷമാണെന്ന് പറഞ്ഞ് വിമർശിക്കാനുള്ള കെൽപ്പില്ലാതെ, തന്റെ ഇടമില്ലാതെ RSS ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന വിഷലിപ്തമായ ആശയങ്ങളെ നേരിടാനുള്ള മാർഗമായി കോൺഗ്രസ് കണ്ടിട്ടുള്ളത് തീവ്രത കുറഞ്ഞ വിഷം. അതിനാണ് മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത്, മൃദു വർഗീയത എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടെ മത്സരിക്കുന്ന എന്റെ സുഹൃത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വർഗീയതയുടെ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്തത്? നടന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിൽ LDFന്റെ വേദി പറയുകയുള്ളൂ. രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, രാജസ്ഥാനിൽ നിന്നാണ് ആദ്യം പറഞ്ഞത്, RSSന്റെ ഹിന്ദു രാഷ്ട്രവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ നിലകൊള്ളുന്നത് ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ്. ഓർക്കുന്നില്ലേ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ കെട്ടിച്ചമച്ച് പറയുന്നതാണോ? ശ്രീ രാഹുൽ ഗാന്ധി വിശദീകരിക്കണം, എന്താണ് ഹിന്ദു രാഷ്ട്രത്തിൽ നിന്നും ഹിന്ദു രാജ്യത്തിനുള്ള വ്യത്യാസം? കുണ്ടുകടവ് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ P ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. P നന്ദകുമാർ MLA, VP സാനു, പ്രൊഫസർ MM നാരായണൻ, CP മുഹമ്മദ് കുഞ്ഞി, K ബാബു എന്നിവർ സംസാരിച്ചു. A അബ്ദുറഹ്മാൻ സ്വാഗതവും K ദിവാകരൻ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.